ഓക്കെ. ഫസ്റ്റ് നിങ്ങള് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഇതിനെ പറയാൻ നമ്മളൊരു 2 കപ്പ് മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പൊ 2 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് മെത്തേഡ് ആണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്? ഓക്കെ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്? നമുക്ക് എന്താണോ വേണ്ടത് എന്നുള്ള കാര്യത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് രൂപയായിരിക്കാം. ഓക്കെ. നിങ്ങൾക്ക് ചിലപ്പം രൂപയായിരിക്കാം. അല്ലെങ്കിൽ നല്ല ഹെൽത്ത് ആയിരിക്കാം, നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സ് ആയിരിക്കാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹിക്കാം. ഓക്കെ. അപ്പൊ നിങ്ങളൊന്ന് ഫസ്റ്റ് ചെയ്യാനുള്ള കാര്യം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളിപ്പം രൂപ അല്ലെങ്കിൽ മണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഒരു 1000, 5000, 10000 അങ്ങനെയുള്ള ഒരു ചെറിയൊരു എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത് ബാക്കിയുള്ളത് നോക്കും. നമുക്ക് അങ്ങനത്തെ എമൗണ്ട് വരാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതെങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്കിപ്പം മണി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിപ്പം മണിയുടെ ആയതുകൊണ്ട് ഞാൻ മണി മാനിഫെസ്റ്റേഷന്റെ കാര്യമായിരിക്കും പറഞ്ഞു തരുന്നത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പേപ്പർ ഇല്ലേ? നിങ്ങളുടെ കയ്യിൽ പേപ്പർ ഉണ്ടല്ലോ. ആ പേപ്പറിൽ നിങ്ങൾ ഇപ്പം ചെയ്യണമെന്നില്ല. ഒരു അല്ലെങ്കിൽ നിങ്ങൾ ഞാനൊന്ന് ചെയ്യുന്നത് ശ്രദ്ധിച്ചിരുന്നിട്ട് പിന്നെ ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ കയ്യിലിപ്പം ഇതിനകത്ത് ഇപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പൊ ഒരു ചെറിയൊരു സ്റ്റിക്കി നോട്ട്സ് ആയിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ എഴുതുകയാണ്. ഇപ്പൊ ഞാൻ അതിന്റെ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. അതായത് ഞാൻ 2 കാര്യങ്ങളാണ് ചെയ്യാൻ പറയുന്നത്. 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതായത് 2 സ്റ്റേറ്റ്മെന്റ്. ഒന്നെന്ന് പറഞ്ഞാല് എന്റെ പ്രസന്റ് സിറ്റുവേഷൻ. പ്രസന്റ് അത് എന്റെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണോ ആ പ്രസന്റ് സിറ്റുവേഷൻ ആണ് ആദ്യം ഞാൻ എഴുതുന്നത്. ഇപ്പൊ ഞാൻ പറയാണ് എന്റെ കയ്യില് എന്തില്ല? എന്റെ കയ്യില് ഞാൻ പറയണ എന്റെ കയ്യിൽ ഒരു 1,00,000 രൂപ ഇല്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്റെ കയ്യിൽ ഒരു 1000 രൂപ ഇല്ല. അല്ലെങ്കിൽ എന്റെ കയ്യിൽ 10,000 രൂപ ഇല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാ? ഈ ഒരു പേപ്പറിൽ നമ്മൾ എഴുതാനുള്ളത് കറണ്ട് റിയാലിറ്റി. അപ്പൊ നമ്മൾ ഫസ്റ്റ് എഴുതുമ്പോൾ കറണ്ട് റിയാലിറ്റി അല്ലെങ്കിൽ പ്രസന്റ് സിറ്റുവേഷൻ. അപ്പം കറണ്ട് റിയാലിറ്റി എന്ന് എഴുതിയിട്ട് ഞാൻ എഴുതാൻ പോകുന്നത് എന്റെ കയ്യിൽ ആ, 10,000 രൂപ ഇല്ല. ഓക്കെ. അങ്ങനെയാണ് ഞാൻ ഒരു പേപ്പറിൽ എഴുതുന്നത്. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന കറണ്ട് റിയാലിറ്റി ആണ് എഴുതുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു? ഞാൻ കറണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അങ്ങനെ എഴുതി കറണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ 1000 രൂപ ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം പൈസയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. ഇപ്പൊ 10,000 നിങ്ങൾക്ക് അത് എന്ത് വേണോ എഴുതാം. ഞാനിത് നിങ്ങളോട് കാണിക്കാനാണ് ഈ ഒരു സംഭവം എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ 10,000 എന്നോ 1,00,000 എന്നോ 2,00,000 എന്നോ 10,00,000 എന്നോ എന്ത് വേണോ എഴുതാം. നിങ്ങൾ മണി എഴുതുന്ന സമയത്ത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു എമൗണ്ട് എഴുതുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് 10,000 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കിപ്പം മാസ വരുമാനം വേണമെങ്കിൽ എനിക്ക് എന്റെ മാസ വരുമാനം ഇത്രയാണ്. ഓക്കെ. നിങ്ങൾക്ക് ഉള്ളത് എന്താണ്? നിങ്ങളുടെ മാസ വരുമാനം ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു 20 രൂപയാണ് മാസ വരുമാനം ഉണ്ടെങ്കിൽ എന്റെ മാസ വരുമാനം ഇതാണ്. ഇപ്പം 20,000 രൂപയാണ്. എന്റെ മാസ വരുമാനം 20,000 രൂപയാണ്. അപ്പൊ അതെന്ത് ചെയ്യുക? കറണ്ട് റിയാലിറ്റി അതായത് പ്രസന്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ പ്രസന്റ് സിറ്റുവേഷനിൽ എന്ത് ചെയ്യുക? ഞാനത് എഴുതണം. അപ്പൊ പ്രസന്റ് സിറ്റുവേഷൻ ഞാനത് എഴുതി മാറ്റും. പ്രസന്റ് റിയാലിറ്റി അല്ലെങ്കിൽ പ്രസന്റ് സിറ്റുവേഷൻ അത് ഞാൻ എഴുതി മാറ്റി. ഇനി അടുത്ത പേപ്പറിൽ അടുത്ത ഞാൻ വീണ്ടും ഒരു പേപ്പർ എടുക്കുകയാണ്. അവിടെ ഞാൻ എഴുതാനുള്ളത് എനിക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് എന്താണോ അതിന് ഞാൻ പറയുന്നത് ഡിസൈർഡ് റിയാലിറ്റി. എന്താണ്? ഡിസൈർഡ്, DESIRED, ഡിസൈർഡ് റിയാലിറ്റി. ഓക്കെ. ഡിസൈർഡ് റിയാലിറ്റി. അപ്പം ഡിസൈർഡ് റിയാലിറ്റി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഞാൻ എഴുതുകയാണ് എനിക്ക് 10,000 രൂപ ലഭിച്ചതിന് നന്ദി. ഓക്കെ. ഞാൻ എന്താ എഴുതിയ? ഡിസൈഡിനകത്ത് എഴുതിയത് ഇത് ഞാൻ അടുത്ത ഗ്ലാസ്സിൽ വെക്കുകയാണ്. ഓക്കെ. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്നത് നിങ്ങൾക്ക് സ്കെച്ച് പെന്നിട്ടോ അല്ലെങ്കിൽ സാധാരണ പെന്നിട്ടോ ഒക്കെ ചെയ്യാം കേട്ടോ. സ്കെച്ച് പെന്നാകുമ്പോൾ കുറച്ചും കൂടി ഇതായിരിക്കും. ഒത്തിരി ഇത് ഒട്ടിക്കാൻ പറ്റുന്നില്ല.
നിങ്ങൾക്ക് ഇപ്പം ഗ്ലാസ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പേപ്പർ കപ്പില്ലേ, പേപ്പർ കപ്പിലും ചെയ്യാം. ഓക്കെ, ഞാൻ ഇതൊന്ന് ടേപ്പ് ചെയ്ത് വെക്കട്ടെ. ഞാൻ ഇതൊന്ന് ടേപ്പ് ചെയ്ത് വെച്ചു. എല്ലാ ടേപ്പ് ഭയങ്കര ക്ലാസിന്റെ പുറത്താണ് ഒട്ടിക്കുക. ആ ഗ്ലാസിന്റെ പുറത്ത്, ഗ്ലാസിന്റെ പുറത്ത്. ഈ 2 പേപ്പർ ഒരു ഗ്ലാസ്സിലാക്കിട്ടോ. 2 പേപ്പറും 2 ഗ്ലാസ്സിലാണേ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചോട്ടെ. ഓക്കെ, ഇതിപ്പം ഇതൊരു ഗ്ലാസ്സിലൊട്ടിച്ചു, ഇതൊരു ഗ്ലാസ്സിലൊട്ടിച്ചു. ഓക്കെ, ഇത് എന്റെ ഡിസൈഡിന്റെയും ഇതെന്റെ കറണ്ട് റിയാലിറ്റി. ഓക്കെ, രണ്ടും 2 ഗ്ലാസ്സിലാണ് ഒട്ടിക്കാനുള്ളത്. അപ്പൊ നിങ്ങളിപ്പം കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തോളാം. ഫസ്റ്റ് ഒരു പേപ്പറിൽ എടുത്തിട്ട് കറണ്ട് റിയാലിറ്റി എന്ന് എഴുതിയിട്ട് എന്റെ കയ്യിൽ നിങ്ങൾക്ക് എന്താണോ ഇല്ലാത്തത് അത് എഴുതുക. പിന്നെ അതിന്റെ അപ്പുറത്താണ് മറ്റേ ഏതാ വേറൊരു ഗ്ലാസ് എടുത്തിട്ട് ഡിസൈഡ് റിയാലിറ്റി എന്ന് എഴുതിയിട്ട് എനിക്ക് നിങ്ങൾ ഇവിടെ എഴുതി എത്ര രൂപയാണോ അത് ഇവിടെ ലഭിച്ചതിന് നന്ദി. അത് രണ്ടും ഉള്ളൂ അല്ലേ? ഓക്കെ, ചെയ്തോ? ചെയ്തല്ലോ. അപ്പൊ ഞാനിപ്പോ കറണ്ട് റിയാലിറ്റിയിലോട്ട് എന്ത് ചെയ്യാണ്, എന്റെ ഇവിടെ എന്റെ വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളം കേട്ടോ, ഒരുപാട് ഫുൾ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന, നിങ്ങളെ കൊണ്ട് കുടിക്കാൻ പറ്റുന്ന വെള്ളം എത്രയാണോ അതൊഴിക്കുക. ഓക്കെ, കുടിക്കാൻ പറ്റുന്ന വെള്ളം എത്രയാണോ ആ വെള്ളം എടുക്കുക. ഓക്കെ, ഈ വെള്ളം എടുത്തിട്ട് നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെക്കുക. ഓക്കെ, ഒട്ടിച്ച് കഴിഞ്ഞില്ല. പതുക്കെ ചെയ്താൽ മതി. നിങ്ങൾ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഏത് ഗ്ലാസ്സിലാണ് വെള്ളം ഒഴിക്കേണ്ടത്? നിങ്ങളിപ്പോ ആദ്യം വെള്ളം ഒഴിക്കേണ്ടത് കറണ്ട് റിയാലിറ്റിയിൽ, ഡിസൈഡിലല്ല, കറണ്ട് റിയാലിറ്റിയിൽ. ഒഴിച്ചു. രണ്ടുപേരും ഒഴിച്ചു. അപ്പൊ ഒരു കറണ്ട് റിയാലിറ്റിയിൽ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ പറയുക, എന്റെ കയ്യിൽ 10,000 രൂപ ഇല്ല. നിങ്ങൾ ആ വെള്ളത്തിൽ നോക്കി പറയാം. ആ വെള്ളത്തിലോട്ട് നോക്കിയിട്ട് നിങ്ങളൊരു പറയാ, ഒരു 21 പ്രാവശ്യം പറയാ, എന്റെ കയ്യിൽ 10,000 രൂപ ഇല്ല, എന്റെ കയ്യിൽ 10,000 രൂപ ഇല്ല. 21 പ്രാവശ്യം പറയണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി അതൊരു നിങ്ങളത് എന്താണ്, നിങ്ങൾ ഇല്ല എന്നുള്ളൊരു അക്സെപ്റ്റ് ചെയ്യുക. എന്റെ കയ്യിൽ അതില്ല, എന്റെ കയ്യിൽ 10,000 രൂപ ഇല്ല, 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 എന്റെ കയ്യിൽ 10,000 രൂപ ഇല്ല. അപ്പൊ നിങ്ങളത് ഒന്ന് കണ്ണടച്ച് നിങ്ങൾ ഇത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. എന്റെ കയ്യിൽ ആ പൈസ ഇല്ല, എന്റെ കയ്യിൽ ആ പൈസ ഇല്ല, എന്റെ കയ്യിൽ 10,000 രൂപ 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 ഇല്ല. അപ്പൊ നിങ്ങൾ ആ സിറ്റുവേഷനെ നിങ്ങൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ അതില്ല, നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഒരു 30 മുതൽ ഒരു മിനിറ്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തല്ലോ, നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്തല്ലോ. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് വേറൊരു ഗ്ലാസ് വെച്ചിട്ടില്ലേ, വേറൊരു ഗ്ലാസ് വെച്ചില്ല, ആ ഗ്ലാസ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒഴിക്കുക. കളയാതെ ഒഴിക്കുക. കളയാതെ എന്ത് ചെയ്യാം, അത് ഒഴിക്കുക.
കളയാതെ ഒഴിച്ചിട്ട് കളയാതെ ഒഴിക്കുക. നമ്മുടെ ഡിസൈഡ് റിയാലിറ്റിയിൽ നമ്മൾ കളയാതെ നമ്മൾ ഒഴിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് ഭയങ്കര ശക്തിയാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ 70% എന്താണ് വെള്ളമാണ്. ആ വെള്ളം ഉള്ളപ്പോൾ വെള്ളത്തിന് ഭയങ്കര വൈബ്രേഷൻ ആണ്. വെള്ളത്തിന്റെ ഒരുപാട് മോളിക്യുലേഴ്സും ഒക്കെ ഒരുപാട് നമുക്ക് എക്സ്പെരിമെന്റുകൾ നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ വെള്ളത്തിൽ നോക്കിയിട്ട് നിങ്ങൾ പറയുക, എന്താണ് പറയാനുള്ളത്? എനിക്ക് 10,000 രൂപ ലഭിച്ചതിന് നന്ദി. എനിക്ക് 10,000 രൂപ ലഭിച്ചതിന് നന്ദി. നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് നിങ്ങൾ പറയാ, എനിക്ക് 10,000 രൂപ ലഭിച്ചതിന് നന്ദി. ആ 10,000 രൂപ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സന്തോഷം നിങ്ങൾ ഫീൽ ചെയ്യുക. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ പോയി നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുപാട് ഉല്ലസിക്കുന്നുണ്ടായിരിക്കും. ആ പൈസ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇമോഷൻസ് നിങ്ങളത് പ്രകടിപ്പിക്കുക. ഭയങ്കരമായിട്ടുള്ള സന്തോഷമായിരിക്കും നിങ്ങൾക്ക്. നിങ്ങളുടെ കയ്യിൽ ഇപ്പം ആ ഒരു 10,000 രൂപ വർദ്ധിച്ച് നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിയാലിറ്റി, നിങ്ങളത് ഇപ്പോഴ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ അതിന് നന്ദി പറയുക. താങ്ക് യു മണി എന്ന് പറയുക. ഈ 10,000 രൂപയ്ക്ക് നന്ദി പറയുക. എനിക്ക് 10,000 രൂപ ലഭിച്ചതിന് നന്ദി എന്ന് പറയുക. നിങ്ങൾ എപ്പോഴും കിട്ടിയതിനാണ് നിങ്ങൾ നന്ദി പറയാനുള്ളത്. 10,000 രൂപ ലഭിച്ചതിന് നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ്. അല്ലെങ്കിൽ താങ്ക് യു, നിങ്ങൾക്ക് ആരെയാണോ വേണ്ടത് അവരുടെ അടുത്ത് നിങ്ങൾ താങ്ക് യു പറയുക. ആ വെള്ളത്തിനോട് സംസാരിക്കുക. നിങ്ങൾക്ക് ആ ഒരു വെള്ളത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആ വെള്ളം നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത് എത്രത്തോളം പവർഫുൾ ആയിട്ട് ഈ ഒരു വെള്ളത്തിനകത്ത് ഒരുപാട് മാജിക്കുകൾ സംഭവിക്കുന്നതാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അത് നോക്കി വായിക്കുക. എനിക്ക് 10,000 രൂപ ലഭിച്ചതിന് നന്ദി. 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 ഇനി നിങ്ങൾ ചെയ്യാനുള്ളത്, ഈ വെള്ളത്തിനെ പതുക്കെ നിങ്ങൾ കുടിക്കുക. അതായത് നിങ്ങൾ ഇപ്പം ഒരു നിങ്ങളുടെ മാനിഫെസ്റ്റേഷനാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ഈ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ നടത്തി എന്ത് ചെയ്യുക, നിങ്ങൾ പതുക്കെ എന്ത് ചെയ്യുക, ആ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടന്റ് ആണ്. ആ വാട്ടർ കണ്ടന്റും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത വാട്ടർ കണ്ടന്റും കൂടി ചേരുമ്പം നിങ്ങൾക്ക് മിറക്കിൾസ് തീർച്ചയായിട്ടും സംഭവിക്കും. ഇത് പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോ നിങ്ങൾക്ക് ഏത് രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ആ വെള്ളം കുടിക്കുക. ആ ഫുൾ വെള്ളം നിങ്ങൾ എന്ത് ചെയ്യാ, കുടിക്കുക. നിങ്ങൾ ആ ഫുൾ വെള്ളം നിങ്ങൾ കുടിക്കുക. ഇനി നിങ്ങൾക്ക് എന്തില്ല, പഴയ റിയാലിറ്റി ഇല്ല. നിങ്ങൾക്ക് പൈസ ഇല്ല എന്നുള്ള റിയാലിറ്റി ഇല്ല. അതിന് പകരം ഇപ്പൊ നിങ്ങൾക്ക് പൈസ ഉണ്ട് എന്നുള്ള റിയാലിറ്റിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആരോഗ്യ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറണ്ട് റിയാലിറ്റിയിൽ എന്ത് ചെയ്യാം, എനിക്ക് പരിപൂർണമായ ആരോഗ്യം ഇല്ല എന്ന് എഴുതാം. പിന്നെ ഡിസൈഡ് റിയാലിറ്റിയിൽ എന്ത് ചെയ്താം, എനിക്ക് എന്താണ് പരിപൂർണമായ ആരോഗ്യമുള്ളതിന് നന്ദി എന്ന് എഴുതാം. ഇപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ എൻ്റെ മകൾ നന്നായി പഠിക്കുന്നില്ലെന്ന് എഴുതാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് എഴുതാം, എൻ്റെ മകൾ അല്ലെങ്കിൽ മക്കൾ നന്നായി പഠിക്കുന്നതിന് നന്ദി എന്ന് എഴുതാം. നിങ്ങൾക്ക് ഇപ്പൊ സന്തോഷമാണ് ഇല്ലാത്തതെങ്കിൽ എനിക്ക് എന്താണ് എനിക്ക് സന്തോഷമില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് എനിക്ക് സന്തോഷം ഉള്ളതിന്, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും എപ്പോഴും സന്തോഷമായി ഇരിക്കുന്നതിന് നന്ദി എന്ന് എഴുതുക. അതായത് നിങ്ങൾ ആ ഒരു ഫീല് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, എഴുതുക. ഇത് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാന്നുള്ളതുള്ളൂ. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നുണ്ടായിരിക്കും. കാരണം വാട്ടർ എന്ന് പറഞ്ഞാൽ അത്രയും ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് നമ്മുടെ വാട്ടർ. നമ്മുടെ ചെയ്യണോ? എത്ര ദിവസം വേണം ചെയ്യാം. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്ത് നടന്നു കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, വേറൊരു കാര്യത്തിന് വേണ്ടി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരിക്കൽ ചെയ്ത് നിർത്തിയാലും മതി, കുഴപ്പമൊന്നുമില്ല. സമയം എപ്പോഴും ഉണ്ടോ? എന്താ സമയം അങ്ങനെ ഉണ്ടോ? രാവിലെ വൈകുന്നേരം അങ്ങനെ? നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ കറണ്ട് റിയാലിറ്റി ഇല്ലേ, അതിനെ ആ ഗ്ലാസ്സിൽ നിന്ന് ഊരിയിട്ട് അതിനെ അങ്ങ് കീറിക്കളയുക. കാരണം വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ആ അവസ്ഥയല്ല, കീറിക്കളയാം. നിങ്ങളുടെ പൈസയും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക്
നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ മറ്റേ അതിനെ എന്ത് ചെയ്യുക, കീറിക്കളയുക. പിന്നെ അത് വെച്ചിരിക്കരുത് കേട്ടോ, കീറിക്കളയണം. പിന്നെ നിങ്ങൾക്ക് മറ്റേ ഡിസൈഡ് റിയാലിറ്റി മാത്രമേ ഉള്ളൂ. ഈ ഡിസൈഡ് റിയാലിറ്റിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഗ്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സിലോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒട്ടിച്ച് വെക്കാനായിട്ട് പറ്റും. ഓക്കെ. ഗ്ലാസ് പിന്നെ വീണ്ടും നമ്മൾ ചായ കുടിക്കാനായിട്ട് എടുക്കുമ്പോൾ പിന്നെ അത് ആൾക്കാരൊക്കെ കാണും. അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വയ്ക്കുന്നതിനേക്കാളും നല്ലത് മറ്റേത് പഴയതിന് എന്ത് ചെയ്യുക, നമ്മൾ കറണ്ട് റിയാലിറ്റിയെ കീറിക്കളയുകയും മറ്റേ ഡിസൈഡ് റിയാലിറ്റി എന്ത് ചെയ്യുക, നിങ്ങൾ അതിന് എവിടെയെങ്കിലും എന്ത് ചെയ്യുക, ഒട്ടിച്ചു വെക്കുക. ഒട്ടിച്ചു വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ കാര്യം അച്ചീവ് ചെയ്തതായിട്ട്. ഓക്കെ. ഏത് കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കണോ, നിങ്ങൾക്ക് എഴുതി വെക്കാം. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ, എഴുതി വെക്കാം. നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷനും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതും കൂടി എഴുതി വെക്കാം. ഇത് എപ്പോഴും ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ ചെയ്ത് മാറ്റി വെച്ചാലും മതി. ഒരു 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഒരു 7 days ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് നല്ലതാണ്. ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ രാത്രി ഇതുപോലെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അങ്ങ് ചെയ്യാം. ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അങ്ങ് ചെയ്യാം. നമുക്ക് ഓട്ടോ കൊണ്ട് ഒരുപാട് ടെക്നിക്സുകളുണ്ട് ചെയ്യാനായിട്ട്. ഓട്ടോ ടെക്നിക്സിൽ ചെയ്തോ, ആക്ടിവിറ്റി ചെയ്തോ? ഞാൻ ചെയ്തിട്ടില്ല, സ്വസ്ഥതയായിട്ട് കിടക്കണാട്ടി മുന്നേ ചെയ്യാ വിചാരിച്ചിട്ടൊക്കെ നോട്ട് എഴുതിയെടുത്ത്. ഓക്കെ ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി, കുഴപ്പമില്ല. ചെയ്തോ, ഇങ്ങനെ ചെയ്തോ? ചെയ്തു. ഓക്കെ. ചെയ്തപ്പോ എന്ത് തോന്നുന്നു ഇപ്പം? ഇപ്പൊ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല. ഇപ്പം പഴയ ആദ്യം എഴുതിയതിനേക്കാളും ഇതില്ലേ, ആദ്യം എഴുതിയത് എന്തായിരുന്നു, ഇല്ല എന്നുള്ള അവസ്ഥയായിരുന്നില്ലേ, ഇപ്പൊ ഉണ്ട് എന്നുള്ള അവസ്ഥയല്ലേ. മനസ്സിനെ അങ്ങനെ ആക്കി. മനസ്സിനെ അങ്ങനെ ആക്കണ്ട, അതൊക്കെ വന്നോളൂ. ഇപ്പൊ ഞാനിപ്പോ ഒരു ബുക്കിനകത്ത് എന്ത് ചെയ്തു, അങ്ങ് പൊട്ടിച്ച് വെക്കുകയാണ് ചെയ്തത്. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും, ഇപ്പൊ നിങ്ങൾക്ക് ആരോഗ്യം എഴുതാം, റിലേഷൻഷിപ്പുകൾ എഴുതാം, നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും എഴുതാം. ഇത് നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഡിസൈഡ് റിയാലിറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ, പിന്നെ നിങ്ങളുടെ കറണ്ട് റിയാലിറ്റി ഇല്ല.